എല്ലാ ഓണാഘോഷങ്ങളും എന്തെങ്കിലും തരത്തിലുള്ള സന്ദേശങ്ങൾ നമുക്ക് പകർന്നു തരുന്നുണ്ട്. 2 കോളേജുകളിലെ ഓണാഘോഷങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ 2 കലാലയങ്ങളും 2 രീതിയിലുള്ള സന്ദേശങ്ങളാണ് നമുക്ക് പകർന്നു തന്നത്. ഒന്ന്, കുട്ടികൾ എങ്ങനെ തങ്ങളുടെ ദേശത്തെ മറ്റൊരു ദേശത്ത് അടയാളപ്പെടുത്താമെന്ന് തെളിയിച്ചു. അതേസമയം രണ്ടാമത്തെ കോളേജ് എങ്ങനെ എല്ലാ പ്രായക്കാരെയും ഒരുമിപ്പിച്ചുകൊണ്ട്, എല്ലാ ദേശക്കാരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഈ ഓണാഘോഷത്തെ സമ്പന്നമാക്കാമെന്ന് തെളിയിച്ചു. ഇനി ക്യാമ്പസ് ഓണത്തെ പഴയ തലമുറ എങ്ങനെ കാണുന്നു എന്ന് നോക്കാം. ക്യാമ്പസ് ഏവർക്കും ഓർമ്മയിലെ മധുര സ്മരണകളാവും. പലപ്പോഴും അത് ഓണം പോലെയുള്ള കൂട്ടായ്മകൾ നൽകിയതുമാവും. പഴയ ഓണത്തിൻ്റെ ഓർമ്മകൾ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള മുതിർന്നവരുടെ മനസ്സിൽ നിന്നും ഒരു പരിധിവരെ മാറുമ്പോൾ പുതിയൊരു തലമുറ വളരെ ഓർഗനൈസ്ഡായിട്ട് ആ ഓണത്തെ, അതും വളരെ ട്രഡീഷണലായിട്ട് ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ന് ക്യാമ്പസിൽ നടക്കുന്ന ഓണാഘോഷങ്ങൾക്ക് പഴയതിനേക്കാളും വളരെ വ്യത്യാസമുണ്ട്. കേരളത്തിൽ ഇപ്പോൾ കിറ്റിൽ ഒതുങ്ങുകയാണല്ലോ ഓണം. അപ്പോൾ ശരിക്കും എല്ലാ അർത്ഥത്തിലും ഓണം മറുനാട്ടിലാണ് ശരിക്കും ആഘോഷിക്കപ്പെടുന്നത്. ഓണം ശരിക്കും ആഘോഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ നാട്ടിലില്ലാത്തതുകൊണ്ടോ അവിടെ പറ്റാഞ്ഞിട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെ വെച്ചൊരു വിഷമം മനസ്സിൽ വെച്ചുകൊണ്ടൊക്കെ ചിലപ്പോൾ ആയിക്കൂടാന്നില്ല, അതൊക്കെ ഉണ്ടാവും. അതിൻ്റെ എല്ലാം കൂടെ അവർ ഇവിടെ വന്ന് അത് പരമാവധി അങ്ങ് അവരാഘോഷിക്കുന്നുണ്ട്. ഇവിടെ വന്ന് മിക്കവാറും എല്ലാം മലയാളികളല്ല, ഒരു 20% ഉള്ളൂ മലയാളീസ്. ബാക്കി ഉള്ളവരെല്ലാം ഓണത്തിനെ പറ്റി അവർക്ക് അറിയോ അറിയില്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും അത്രയും സിൻസിയറായിട്ട് അവരെല്ലാവരും കൂടി ഇതിൽ പങ്കെടുത്തു. ഇത്രയും ഗംഭീരമായി ഓണം സംഘടിപ്പിച്ച പുതിയ തലമുറക്കാർ പറയുന്നത് മറ്റൊരു അനുഭവമാണ്. ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ 4 വർഷം കൂടിയിട്ട് ഞാൻ ഇതുവരെ ഓണത്തിന് പോയിട്ടില്ല. ഈ വർഷം പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഇവിടെ അത് നടക്കുമോ എന്നറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് നോക്കുമ്പോൾ ഈ ഒരു ഓണാഘോഷം എത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ മലയാളീസ് ആണെങ്കിൽ കൂടുതലായിട്ട് പുതിയ സിനിമയിലുള്ള ന്യൂ ജനറേഷൻ മൂവീസിലുള്ള മാതിരി പ്രേമത്തിലെ കൂട്ടുള്ള ഡ്രസ്സ് ധരിച്ചും ഷാജി പാപ്പൻ അങ്ങനെ പുതിയ ജനറേഷൻ സ്റ്റൈലുകളിലും ഈ കോസ്റ്റ്യൂം ധരിക്കാൻ വേണ്ടി മാത്രം ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നവരുമുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ പൂർണ്ണമായിട്ടും കേരളത്തെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോകും? കാരണം എല്ലാവരും വീട്ടിൽ പോകാൻ നിൽക്കുന്നവരാണ്. അപ്പോൾ വീട്ടിൽ പോവാതെ ഇവിടെ എല്ലാവരെയും ഫ്രണ്ട്സിനോടൊപ്പം എല്ലാവരും ഒന്നിച്ച് ഓണം ആഘോഷിക്കുന്നു. ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ശരിക്കും നല്ലൊരു ത്രിൽഫുൾ ആയിട്ടുള്ള ഒരു ഓണം. നാട്ടിലത്തെ ഓണം ഇപ്പോൾ ഒരു ന്യൂ ജനറേഷൻ ഓണമായി കൊണ്ടിരിക്കുക. അവിടെ നമ്മൾ കാണുന്ന അവർ KSRTC ബസ് യൂസ് ചെയ്യുന്നു, അതിൻ്റെ ഫയർഫോഴ്സിൻ്റെ വെള്ളം യൂസ് ചെയ്യുന്നു. പക്ഷേ അത് എൻ്റെ അനുസരിച്ച് അത് ഓണത്തിൻ്റെ ഒരു മഹിമയും അതിൻ്റെ ഒരു ശുദ്ധിയും അത് പാലിക്കണം നമ്മൾ. ഓണം എങ്ങനെ സംഘടിപ്പിച്ചതാണെങ്കിലും സംഗതി ഞെരുപ്പ് തന്നെയെന്ന് എല്ലാവരും പറയുന്നു. 2 ക്യാമ്പസും മുന്നോട്ട് വയ്ക്കുന്ന സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും സന്തോഷം തന്നെയാണ് ഇക്കുറി മലയാളി കാഴ്ചയായി ഇവിടെ നിന്നും ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് ഇവിടുത്തെ ക്യാമ്പസുകൾക്ക് ഒരു നെരുപ്പ് തന്നെയാണ്. മகிழ்ச்சி